തെരുവ് നായ ആക്രമണങ്ങൾ തടയുന്നതിനായി ആക്രമണകാരികളായ നായ്ക്കളെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ പങ്കുവച്ചു. ABC ചട്ടങ്ങൾ കർശനമാക്കാനും സർക്കാർ ആശുപത്രികളിൽ മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കാനും കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയുടെ പ്രീമിയം തുകയായി 436 രൂപ മെയ് 25-നും ജൂൺ 1-നും ഇടയിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഈടാക്കും. അക്കൗണ്ടിൽ മതിയായ തുക ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മെയ് 25 മുതൽ ആരംഭിക്കും. ഇതിനായി 1070 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ 30-നകം വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ശ്രദ്ധിക്കണം. യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുന്ന പദ്ധതി UDF സർക്കാർ പ്രഖ്യാപിച്ചു. വയോജനങ്ങളുടെ സമഗ്രമായ ക്ഷേമം മുൻനിർത്തി പ്രത്യേക വയോജന ക്ഷേമ വകുപ്പ് ഉടൻ ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. മെയ് മാസത്തിലെ റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി 3 മാസം റേഷൻ വാങ്ങാത്തവരുടെ കാർഡ് റദ്ദാക്കാൻ സാധ്യതയുള്ളതിനാൽ അർഹരായവർ കൃത്യമായി റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക. സ്വർണ്ണവിലയിലെ ചാട്ടം തുടരുകയാണ്. മെയ് 19-ലെ കണക്കനുസരിച്ച് പവന് 600 രൂപ വർദ്ധിച്ച് 1,15,160 രൂപയും ഗ്രാമിന് 75 രൂപ വർദ്ധിച്ചതിന് 14,395 രൂപയുമായി.